രാവിലെ അലക്സി വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നെണീറ്റത്. ഗുഡ് മോർണിംഗ് ജോൺ. കയ്യിലിരുന്ന ചായക്കപ്പ് എന്റെ നേരെ നീട്ടിക്കൊണ്ട് അലക്സി ചിരിച്ചു. ചായ വാങ്ങി ആർത്തിയോടെ ഞാൻ ഒരിറക്ക് കുടിച്ചു. ആഹാ, എന്തു രുചിയായിട്ടാണ് താങ്കൾ ഓരോ തവണയും ചായ ഉണ്ടാക്കുന്നത്. ഓഹോ, എന്നെ സുഖിപ്പിച്ച് ദിവസവും ചായ ഉണ്ടാക്കാനുള്ള സൈക്കോളജിക് മൂവ് അല്ലേ ജോൺ. ഞാനും ചിരിച്ചുപോയി. അലക്സി, എന്താണ് ഇന്നത്തെ കാര്യപരിപാടികൾ? അലക്സി ഒന്ന് ചിരിച്ചു. ജോൺ, ഇന്ന് നമുക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടതുണ്ട്. എനിക്കത്ര ഇൻട്രസ്റ്റിംഗ് തോന്നിയൊരു കേസല്ല. പക്ഷേ താല്പര്യം കുറവൊന്നുമില്ലതാനും. അങ്ങനെ അലക്സി പറഞ്ഞതനുസരിച്ച് കൃത്യം 9 മണിക്ക് തന്നെ ഞാൻ റെഡിയായി നിന്നു. അലക്സി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പുറകിൽ കയറി. ഏകദേശം അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ ആ വീട്ടിലെത്തിച്ചേർന്നു. യാത്രക്കിടെ അലക്സി കേസിന്റെ ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം ഒരു 3 മണിയോടെയാണ് വേണു എന്നയാൾ അയാളുടെ ഭാര്യ സഹോദരൻ ശ്രീജുവിന്റെ കൂടെ നമ്മുടെ ഓഫീസിലെത്തിയത്. കോട്ടയം ടൗണിൽ നിന്നും ഏകദേശം 6 കിലോമീറ്ററിനുള്ളിലായി ഒരു റബ്ബർ പ്ലാന്റേഷൻ. ജോൺ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ പ്ലാന്റേഷനിലേക്ക് പോകുന്ന വഴിയിലാണ് വേണുവിന്റെ വീട്. അയാളൊരു വക്കീൽ ഗുമസ്തനാണ്. അഡ്വക്കേറ്റ് ഷാജി പറമ്പിന്റെ കൂടെയാണ് കഴിഞ്ഞ 3 വർഷമായി ജോലി ചെയ്തു പോരുന്നത്. പാരമ്പര്യമായി നല്ല ആസ്തിയുള്ള ഒരു തറവാട്ടിൽ ജനിച്ച വേണു സമ്പത്തിൽ തനിക്കൊപ്പം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 12 വർഷങ്ങൾ പൂർത്തിയായി. അവർക്ക് 2 മക്കളുണ്ട്. മൂത്തത് പെൺകുട്ടിയാണ്. അവൾ സെന്റ് കാർമൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയവൻ ശ്രീജിത്ത് അതേ സ്കൂളിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വേണുവിന്റെ ഭാര്യ ശ്രീജയ്ക്ക് ജോലിയൊന്നുമില്ല. അവൾ വീട്ടുകാര്യങ്ങൾ നോക്കി കഴിയുകയാണ്. കഴിഞ്ഞ മാസം മുതൽ അവളുടെ ഇളയമ്മയുടെ മകൾ രേണു കൂടി ആ വീട്ടിൽ വന്ന് നിന്ന് പഠിക്കാൻ ആരംഭിച്ചു. അവളുടെ വീട് കോളേജിൽ നിന്നും 60 കിലോമീറ്ററോളം അകലെയായതിനാൽ ചേച്ചിയുടെ കൂടെ വന്ന് നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്ന രേണു ബിരുദത്തിന്റെ ആദ്യ വർഷം പൂർത്തിയാക്കിയപ്പോൾ 99% മാർക്കോടെ ക്ലാസ്സിൽ ടോപ്പറായി നിൽക്കുന്നു. പിന്നെ ആ വീട്ടിലെ മറ്റൊരാൾ എന്ന് പറയാനുള്ളത് അടുക്കള ജോലികൾ ചെയ്യാൻ വരുന്ന അച്ചായൻ എന്ന് വിളിക്കപ്പെടുന്ന കോശിയാണ്. അയാൾക്കിപ്പോ ഏകദേശം ഒരു 60 വയസ്സായി കാണും. പാമ്പാടിയിൽ നിന്നും 2 കിലോമീറ്റർ ഉള്ളിലാണ് അയാളുടെ വീട്. സംഭവ ദിവസമായ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 9 മണി കഴിഞ്ഞപ്പോൾ പതിവ് പോലെ വേണു കോടതിയിലേക്ക് പോയി. ഏതാണ്ട് ആ സമയം തന്നെ കുട്ടികളും രേണുവും പഠിക്കാൻ പോയി. കോശി അന്നേ ദിവസം അയാളുടെ കൊച്ചാപ്പന്റെ ആണ്ടിന് പോയിരുന്നതിനാൽ ജോലിക്ക് വന്നിരുന്നില്ല. ഏകദേശം 11 മണി കഴിഞ്ഞപ്പോൾ വേണുവിന്റെ മൊബൈലിൽ ശ്രീജയുടെ ഒരു കോൾ വന്നു. മൊബൈൽ വൈബ്രേഷൻ മോഡിലായിരുന്നുവെങ്കിലും കോൾ അയാൾ കണ്ടിരുന്നു. എന്നാൽ കോടതി സമയമായതിനാൽ അയാൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ലഞ്ച് ബ്രേക്കിന് മജിസ്ട്രേറ്റ് പുറത്തേക്ക് പോയപ്പോൾ അയാൾ ശ്രീജയെ തിരിച്ചു വിളിച്ചു നോക്കിയെങ്കിലും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ശ്രീജയുടെ ഫോൺ അങ്ങനെ സ്വിച്ച് ഓഫ് ആകാറില്ല എന്നതിനാൽ അയാൾ ഇടയ്ക്കിടയ്ക്ക് അവളെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. വൈകുന്നേരം വീട്ടിലെത്തിയ കുട്ടികൾ കണ്ടത് വീട് അടഞ്ഞുകിടക്കുന്നതാണ്. വീടിന്റെ താക്കോൽ പതിവായി ഒളിച്ചു വെക്കാറുള്ള ചെടിച്ചട്ടിയിൽ നിന്നും ശ്രീജിത്ത് കണ്ടെടുത്തു. അവർ വാതിൽ തുറന്ന് നോക്കിയെങ്കിലും ശ്രീജ വീട്ടിലുണ്ടായിരുന്നില്ല. അവർ വീട് മുഴുവനും പരിശോധന നടത്തി. അല്പസമയത്തിനുള്ളിൽ തന്നെ വേണുവും എത്തി. അരമണിക്കൂർ കഴിഞ്ഞ് രേണുവും കോളേജ് വിട്ട് മടങ്ങിയെത്തി. ശ്രീജയുടെ ഹാൻഡ് ബാഗ് വീട്ടിലുണ്ടായിരുന്നില്ല. ATM കാർഡുകളും ഹോസ്പിറ്റൽ കാർഡുകളും ഒക്കെയുള്ള മറ്റൊരു ചെറിയ പേഴ്സ് അതിനുള്ളിലുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ തറപ്പിച്ചു പറയുന്നു. അയൽപ്പക്കത്തെ വീട്ടുകാർ ശ്രീജ പുറത്തേക്ക് പോകുന്നത് കണ്ടിരുന്നു. ഒരു ബ്ലാക്ക് കളർ ഷിഫോൺ സാരിയാണ് അവർ ധരിച്ചിരുന്നത് എന്ന് വേണു അയൽക്കാരുടെ സഹായത്തോടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാർ ഓടിക്കാൻ അറിയാമായിരുന്ന ശ്രീജ കാർ എടുക്കാതെ പോയതിൽ എല്ലാവർക്കും സംശയങ്ങളുണ്ട്. അവൾ പോകാൻ സാധ്യതയുണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളിലും വേണു ഫോൺ വിളിച്ച് അന്വേഷണം നടത്തുകയുണ്ടായി. എന്നാൽ ശ്രീജയെപ്പറ്റി മാത്രം യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. തുടർന്ന് ശ്രീജയുടെ വീട്ടുകാർ പാഞ്ഞെത്തുകയും എല്ലാവരും ചേർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയുമുണ്ടായി. ശബരിമല വിഷയം കത്തിനിൽക്കുന്ന അവസരത്തിൽ കൂടുതൽ പോലീസ് അവിടെ സഹായിക്കാൻ വേണ്ടി ഡ്യൂട്ടിയിലായതിനാലും ബാക്കിയുള്ള കേസുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കാത്തതിനാലും അവർക്ക് വേണ്ട വിധത്തിൽ അന്വേഷണം നടത്താനോ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാനോ സമയം കിട്ടിയിട്ടില്ല. എന്നാലും അവർ ശ്രീജയുടെ കോൾ ലിസ്റ്റ് ട്രേസ് ചെയ്തിരുന്നു. ശ്രീജ അവസാനമായി കോൾ ചെയ്തിരിക്കുന്നത് വേണുവിനെ തന്നെയാണ്. പക്ഷേ അതിനുശേഷം മറ്റൊരു മൊബൈൽ നമ്പറിൽ നിന്നും അവൾക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അത് 11:10-നുമാണ്. പോലീസ് ആ നമ്പർ ട്രേസ് ചെയ്യാൻ ശ്രമം നടത്തി നോക്കിയിരുന്നു. എന്നാൽ
അതൊരു തെറ്റായ അഡ്രസ്സിലെടുത്തിരിക്കുന്ന ഒരു സിമ്മാണെന്ന് അവർക്ക് മനസ്സിലായി. ആ സിം ഇട്ടിരിക്കുന്ന ഫോൺ പുതുതായി വാങ്ങിയ ഒരു ഫോണാണെന്നും അതിൽ ഈയൊരു സിമ്മല്ലാതെ മറ്റൊരു സിമ്മും ഉപയോഗിച്ചിട്ടേയില്ല എന്നും വരെ പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ കേസ് അവിടെ വന്ന് സ്റ്റക്കാകുകയും പിന്നീട് കൂടുതൽ അന്വേഷണം നടക്കാതെ വരികയും ചെയ്തു. ആദ്യത്തെ ആവേശത്തിനു ശേഷം പോലീസിൽ ആർക്കും തന്നെ അന്വേഷണത്തിൽ കൂടുതൽ താല്പര്യം തോന്നാതെ ഇരുന്നതുകൊണ്ടാകാം അവർ നമ്മളെ സമീപിച്ചത്. അപ്പോഴേക്കും ബൈക്ക് ഒരു റബ്ബർ പുരയിടത്തിലെത്തിയിരുന്നു. ആ പുരയിടം കഴിഞ്ഞ് നെൽവയൽ പാടങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്ക് 4 വീടുകൾ കണ്ടു. അഞ്ചാമത്തെ വീടായിരുന്നു വേണുവിൻ്റേത്. ഗേറ്റ് തുറന്നു തന്നെ കിടക്കുകയായിരുന്നു. ഞങ്ങൾ മുറ്റത്ത് ബൈക്ക് വെച്ചിട്ട് വീടിന് നേരെ നടന്നു. ബൈക്കിന്റെ ശബ്ദം കേട്ട് അയാൾ പുറത്തേക്ക് വന്നു. ശ്രീജുവും കുടുംബവും അവിടെയുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ കസേരയിട്ട് പൂമുഖത്തിരുന്നു. അലക്സി ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. പുകയൂതി വിട്ടുകൊണ്ട് അവരോടായി ചോദിച്ചു, മിസ്റ്റർ വേണു, പോലീസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. അതും ചോദിച്ച് അലക്സി വീടിനുള്ളിലേക്ക് കയറി. റൂമുകൾ ഓരോന്നായി പരിശോധിച്ചു. വേണു, ശ്രീജ അന്നേ ദിവസം എന്തിനെങ്കിലും പുറത്തു പോകുമെന്ന് താങ്കളോട് പറഞ്ഞതായി ഓർക്കുന്നുണ്ടോ? ഇല്ല സാർ. ഓക്കെ. ശ്രീജയുടെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ കാണിക്കാമോ? അയാൾ ഫോണെടുത്ത് കുറച്ച് ഫോട്ടോസ് എന്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തു തന്നു. അലക്സി സൂക്ഷ്മതയോടെ അതെല്ലാം നോക്കി. ശ്രീജ പാടാറുണ്ടോ? അയാൾ ഒന്ന് അമ്പരന്നു. ഉണ്ട്, പാടാറുണ്ട്. പക്ഷേ എങ്ങനെ മനസ്സിലായി? പറയാം. അതിനു മുമ്പ് ഇതുകൂടി പറയൂ. അവൾക്ക് ഇടം കൈയായിരുന്നോ കൂടുതൽ വഴങ്ങുന്നത്? ചിത്രം വരക്കാനൊക്കെ? അയാളുടെ മുഖം കൂടുതൽ വിടർന്നു. അതെ, വളരെ ശരിയാണ്. അവൾ പെയിന്റ് ചെയ്യുന്നതും എഴുതുന്നതും എല്ലാം ഇടംകൈ ഉപയോഗിച്ചാണ്. പക്ഷേ താങ്കൾക്കെങ്ങനെ അതൊക്കെ അറിയാം? ശ്രീജയെ നേരത്തെ പരിചയമുണ്ടോ? അലക്സി ചിരിച്ചു. അത് വളരെ നിസ്സാരമായ ഒരു കണ്ടുപിടുത്തമാണ് സുഹൃത്തെ. താങ്കൾ എനിക്ക് കാണിച്ചു തന്ന ഫോട്ടോകളിൽ കൂടുതലും കാൻഡിഡ് ഫോട്ടോഗ്രാഫി ആയിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ക്ലിക്സ് ആയിരുന്നു കൂടുതലും. അതിൽ ഒരു ഫോട്ടോയിൽ മാത്രം അവൾ സാരിയാണ് ഉടുത്തിരുന്നത്. അവൾ വലത് കൈകൊണ്ട് എന്തോ ചെയ്യുന്ന കാര്യം നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയി ക്ലിക്ക് ചെയ്തതാകണം. എന്തിലോ എഴുതുകയോ വരയ്ക്കുകയോ ചെയ്യുകയാണെന്ന് മുൻവശത്തെ സപ്പോർട്ടിംഗ് ബോർഡ് കണ്ടപ്പോൾ മനസ്സിലായി. എന്നാൽ കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ സാരി തിരിച്ചാണ് ഉടുത്തിരിക്കുന്നതെന്ന് കണ്ടു. ഞെട്ടലോടെ ഞാൻ മനസ്സിലാക്കി. അതൊരു കണ്ണാടിയിലെ പ്രതിബിംബത്തെയാണ് നിങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ എടുത്തിരിക്കുന്നത് എന്ന്. അവളുടെ മുഖത്തെ ഭാവത്തിൽ നിന്നും ചിത്രം വരയ്ക്കുകയാണ് എന്ന് മനസ്സിലാകുകയും ചെയ്തു. അത്രമാത്രം. അയാളുടെ മുഖത്തെ അങ്കലാപ്പ് അപ്പോഴും മാറിയിരുന്നില്ല. എനിക്ക് ചിരിയാണ് വന്നത്. അലക്സി അയാളോട് പറഞ്ഞു. വേണു, കുറച്ചു കാര്യങ്ങൾ കൂടി എനിക്ക് അറിയേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി എന്തുമാത്രം പ്രിയപ്പെട്ടതാണോ അത്രയും തന്നെ എനിക്ക് പ്രിയപ്പെട്ട ഒന്നാണ് കേസന്വേഷണം. 2 ദിവസത്തിനുള്ളിൽ ശ്രീജ എങ്ങോട്ടാണ് പോയത് എന്നതിനെപ്പറ്റി വ്യക്തമായ ഉത്തരം നമുക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അയാൾ അലക്സിക്ക് നേരെ കൈകൂപ്പി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സർ, അവൾ പാവമാണ്. ലോക്കൽ പോലീസ് പറഞ്ഞതുപോലെ ഈ കുട്ടികളെയും വിട്ട് മറ്റൊരാളോടൊപ്പം അവൾ ഒരിക്കലും പോകില്ല. ഞങ്ങളാണ് അവളുടെ ലോകം. ഇത് അവൾക്കെന്തോ അപകടം സംഭവിച്ചതാണ് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. 2 കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകാൻ തുടങ്ങി. അയാളുടെ പുറകിൽ നിന്ന ശ്രീജുവിനും സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അലക്സി വേണുവിനെ ആശ്വസിപ്പിച്ചു. വേണു, എനിക്ക് നിങ്ങളുടെ ജോലിക്കാരനോടും അയൽപ്പക്കക്കാരനോടും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. വരൂ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അലക്സി നടന്നു. ഞങ്ങൾ പുറകെയും. ഞങ്ങൾ ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥയായ ഷെസ്സിയാണ് ഉണ്ടായിരുന്നത്. വേണു ഞങ്ങളെല്ലാവരെയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അലക്സി അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു. ശ്രീജയുമായി നിങ്ങൾ നല്ല അടുപ്പത്തിലാണോ? അതെ, ഞങ്ങൾ ഫ്രണ്ട്സാണ്. നിങ്ങളാണോ കഴിഞ്ഞ വെള്ളിയാഴ്ച ഏതാണ്ട് ഉച്ചയോടെ ശ്രീജ പുറത്തേക്ക് നടന്നു പോകുന്നത് കണ്ടതായി വേണുവിനോട് പറഞ്ഞത്? അതെ. എത്ര മണിക്കാണ് എന്ന് ഓർമ്മയുണ്ടോ? ഇല്ല സാർ. ശരി. നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രീജ നടന്നു പോകുന്നത് കണ്ടത്? ഞാൻ കറണ്ട് പോയപ്പോൾ വീടിന് പുറത്തേക്കിറങ്ങി. ആ സമയത്താണ് ശ്രീജയെ കണ്ടത്. കറണ്ട് പോയ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ടി വിയിൽ ഒരു സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സാർ. ഏത് സീരിയൽ എന്ന് ഓർക്കുന്നുണ്ടോ? കണ്ണീർമുത്താണ് സ്ഥിരായി കാണാറുള്ളത്. അന്നും അത് തന്നെയാണ് കണ്ടത്. ആ സീരിയൽ എത്ര മണിക്കാണ് തുടങ്ങുന്നത്? 11:30 തുടങ്ങും സാർ. ശരി. സീരിയൽ തുടങ്ങിയപ്പോൾ തന്നെ കറണ്ട് പോയോ അതോ പകുതിയായപ്പോൾ പോയോ?
അതോ ഇനി തീരാറായപ്പോഴാണോ പോയത്? തീരാറായപ്പോഴാണ് കറണ്ട് പോയത്. അടുത്ത സീരിയൽ 12 മണിക്കാണോ തുടങ്ങുക? അതെ സർ. ശരി. ഒരു ചോദ്യം കൂടി. നിങ്ങൾ അന്നത്തെ ദിവസം ശ്രീജയെ കണ്ടപ്പോൾ ശ്രീജ നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുകയോ മറ്റോ ചെയ്തോ? ഇല്ല സർ. ഞാൻ ഗേറ്റിന്റെ ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ ശ്രീജ നടന്നു പോകുന്നത് കണ്ടു. ഇത്രയും അകലമുള്ളതിനാൽ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചാൽ മാത്രമേ കേൾക്കാൻ സാധ്യതയുള്ളൂ. ശരി. അവളുടെ കയ്യിൽ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടായിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അവർ ഒരു നിമിഷം ഒന്നാലോചിച്ചു. അവളുടെ ബാഗോ മറ്റോ കയ്യിലുണ്ടായിരുന്നോ എന്ന് തോന്നുന്നു. ഒന്നുകൂടി ഓർത്തു നോക്കൂ. അതൊരു തോന്നലാണോ അതോ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ എന്ന്? ഇല്ല സാർ. ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ശരി. വിവരങ്ങൾക്ക് നന്ദി. അലക്സി പുറത്തേക്കിറങ്ങി. എന്റെ വാട്സപ്പ് നമ്പറിൽ ഒരു PDF ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്ത മെസ്സേജ് വന്നത് ഞാൻ അലക്സിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോഴേക്കും അതിന് തൊട്ടു താഴെയായി മറ്റൊരു PDFും കൂടി വന്നിരുന്നു. 2 ഡോക്യുമെന്റും ഡൗൺലോഡായി. അലക്സി നേരത്തെ ആവശ്യപ്പെട്ടതനുസരിച്ച് സ്റ്റേഷനിൽ നിന്ന് അയച്ചതായിരുന്നു അത്. അലക്സി ആ ലിസ്റ്റിലെ ഇൻകമിംഗ് കോൾസ് ആദ്യം പരിശോധിച്ചു. അതിനുശേഷം ഔട്ട്ഗോയിങ്ങും. ജോൺ, അന്നേ ദിവസം ശ്രീജയുടെ സിം സ്വിച്ച് ഓഫ് ആകുന്നതിന് മുമ്പ് ശ്രീജയ്ക്ക് വന്നിരിക്കുന്നത് 7 കോളുകളാണ്. ഔട്ട്ഗോയിങ് പോയിരിക്കുന്നതാകട്ടെ 5 എണ്ണവും. മിസ്റ്റർ വേണു, ഈ 12 നമ്പറുകൾ താങ്കളുടെ ഫോണിൽ നിന്നും ഒന്ന് ഡയൽ ചെയ്ത് നോക്കാമോ? സേവ് ചെയ്തിട്ടുള്ള കോൺടാക്റ്റ് ആണെങ്കിൽ പേര് തിരിച്ചറിയാലോ. വേണു അയാളുടെ ഫോണിൽ നിന്നും ഓരോ നമ്പറുകളായി ഡയൽ ചെയ്ത് നോക്കി. അലക്സി പാന്റിന്റെ പോക്കറ്റിൽ നിന്നും ഒരു പോക്കറ്റ് ഡയറി എടുത്ത് അതിൽ അയാൾ ഡയൽ ചെയ്തപ്പോൾ കിട്ടിയ പേരുകൾ ഓരോന്നായി അതാത് നമ്പറുകൾക്ക് നേരെ എഴുതിയിട്ടു. അതിലെ 11 പേരുകളും അയാളുടെ കോണ്ടാക്ട്സിൽ ഉള്ളത് തന്നെയായിരുന്നു. അതിൽ ചിലതെല്ലാം ആവർത്തിച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷേ 11:10 ശ്രീജയുടെ മൊബൈലിലേക്ക് വന്ന ഒരു BSNL നമ്പർ മാത്രം അയാളുടെ കോണ്ടാക്ട്സിൽ ഉണ്ടായിരുന്നില്ല. ജോൺ, ഈ നമ്പർ ട്രൂ കോളറിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. എന്തെങ്കിലും പേര് കിട്ടാതിരിക്കില്ല. ഞാൻ ആ നമ്പർ ട്രൂ കോളറിൽ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ അതിന്റെ പേര് കിട്ടിയില്ല. ഞങ്ങൾ എല്ലാവരും നിരാശയായി. അലക്സി എന്നെ നോക്കി. ഈയൊരു നമ്പറിൽ നിന്നും ശ്രീജയ്ക്ക് വന്ന കോൾ 11:10 ഏതാണ്ട് 3 മിനിറ്റുകളാണ് കോളിന്റെ ദൈർഘ്യം. അതിനു തൊട്ടുമുന്നേ ശ്രീജ വേണുവിനെ വിളിച്ചുവെങ്കിലും വേണു കോടതിയിലായതിനാൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അല്ലേ മിസ്റ്റർ വേണു? അതെ സർ. സോ, ഈ നമ്പറിന്റെ ഉടമയെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അയാൾ ശ്രീജയോട് എന്താണ് സംസാരിച്ചതെന്നറിയാൻ കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സഹായകമായേക്കും. എന്നാൽ അത് തീരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ട്രൂ കോളറിന്റെ ഡാറ്റാബേസിൽ ഒരാളുടെ നമ്പറും പേരും സേവ് ആകുന്നത് അയാളുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്ന മറ്റാരോ ഒരാൾ ഇതേ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രമാണ്. ഈയൊരു നമ്പറിന്റെ പേര് ട്രൂ കോളറിൽ കാണിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം അയാളുടെ നമ്പർ സേവ് ചെയ്തിട്ടുള്ള ഒരാളും ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നില്ല എന്നതാണ്. ഒട്ടുമിക്ക മൊബൈൽ കമ്പനികളും ആൻഡ്രോയിഡ് ഫോണുകളിൽ ട്രൂ കോളർ ഇപ്പോൾ ഫ്രീ ആയി OSന്റെ കൂടെ ആഡ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈയൊരു നമ്പർ മാത്രം അൺനോൺ ആണെങ്കിൽ അതിനർത്ഥം ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ആരോ എടുത്ത ഒരു സിം ആയിരിക്കാം എന്നാണ്. പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ ഇതൊരു വ്യാജ അഡ്രസ്സിൽ എടുത്തിരിക്കുന്ന സിമ്മാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അതായത് ശ്രീജയെ വിളിക്കാൻ വേണ്ടി മാത്രമായി എടുത്തിരിക്കുന്ന ഒരു സിം ആയിരിക്കാം അത്. ജോൺ, ആ നമ്പറിന്റെ കോൾ ലിസ്റ്റ്, സിം എടുത്ത തീയതി, ആരുടെ പേരിലാണ് സിം എടുത്തിരിക്കുന്നത്, ആ സിം ഉപയോഗിച്ചിരിക്കുന്ന ഫോണിന്റെ IMEI, ആ ഫോണിൽ വേറെ സിം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യണം. ഞങ്ങൾ അപ്പോഴേക്കും തിരികെ വേണുവിന്റെ വീടിന് മുന്നിൽ എത്തിയിരുന്നു. ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് നമ്പർ കൈമാറി. 15 മിനിറ്റിനുള്ളിൽ ഡീറ്റെയിൽസ് തരാമെന്ന് അവർ വാക്കു പറഞ്ഞു. കോൾ കട്ടായി. വേണുവിന് ഒരു ഫോൺ വന്നപ്പോൾ അയാൾ സംസാരിച്ചുകൊണ്ട് അല്പം ദൂരേക്ക് നീങ്ങി. അപ്പോൾ അലക്സി എന്നോടായി പറഞ്ഞു. 11 മണിക്ക് ശ്രീജ വേണുവിനെ വിളിക്കുന്നു. വേണു കോടതിയിലായതിനാൽ അറ്റൻഡ് ചെയ്യുന്നില്ല. 11:10 ശ്രീജയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നു. 3 മിനിറ്റ് സംസാരിക്കുന്നു. അതിനുശേഷം 40 മിനിറ്റിനുള്ളിൽ ശ്രീജ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് നടന്നു പോകുന്ന ശ്രീജയെ അയൽക്കാർ ഏകദേശം 11:50 കണ്ടു. 12:34 ശ്രീജയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തു. നിലവിൽ നമുക്ക് വ്യക്തതയുള്ള ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ജോൺ, ശ്രീജയുടെ ഫോൺ ഒരുപക്ഷെ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി പോയതാകാം. അല്ലെങ്കിൽ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്തതാകാം. ഇതിൽ 2 രീതിയിൽ ഫോൺ ഓഫായാലും ശരി, ശ്രീജയ്ക്ക് പിന്നെ മൊബൈൽ ഓണാക്കാൻ ഇതുവരേക്കും സാധിച്ചിട്ടില്ല.
സോ, ഒന്നുകിൽ അവളായിട്ട് അത് ഓണാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അവളെ ഫോൺ ഓണാക്കാൻ ആരോ അനുവദിക്കുന്നില്ല. ഇത് രണ്ടുമല്ലെങ്കിൽ പിന്നെ അലക്സി ഒരു നിമിഷം സൈലന്റായി. ഷീ ഈസ് നോ മോർ. അല്ലേ അലക്സി? അങ്ങനെയാകാതിരിക്കട്ടെ ജോൺ. പക്ഷേ നന്നായി കാർ ഡ്രൈവ് ചെയ്യുന്ന ശ്രീജ കാർ എടുക്കാതെയാണ് അന്ന് പുറത്തേക്ക് പോയത് എന്നതിൽ തന്നെ വേണ്ടുവോളം ദുരൂഹത നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അലക്സി, ആരായിരിക്കും ശ്രീജയെ ആ സമയത്ത് വിളിച്ചത് എന്നതിനെപ്പറ്റി താങ്കൾക്ക് എന്തെങ്കിലും ഐഡിയയുണ്ടോ? അത് നമുക്ക് ഈ കേസിൽ പെട്ടെന്ന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ജോൺ. ഇൻകമിംഗ് വന്ന നമ്പറുകളിൽ ചിലതിൽ മാത്രമേ ശ്രീജ അന്നത്തെ ദിവസം ഔട്ട് ഗോയിങ്ങും വിളിച്ചിട്ടുള്ളൂ. അവയൊന്നും 2 മിനിറ്റിൽ കൂടുതൽ സംസാരിച്ച കോളുകളുമല്ല. സോ, നമുക്ക് കോൾ ലിസ്റ്റിൽ ആരെയും സംശയിക്കാൻ തക്കവിധം ഇതുവരെയും ഒന്നു തന്നെ കിട്ടിയിട്ടില്ല എന്നത് വ്യക്തം. ഞങ്ങൾ വീടിന്റെ മുൻവശത്തെത്തിയിരുന്നു. ശ്രീജു ഞങ്ങളെ കണ്ട് ബഹുമാനത്തോടെ എഴുന്നേറ്റു. അലക്സി അയാളോട് ഇരിക്കാൻ ആംഗ്യം കാട്ടി. ശ്രീജയെ കാണാതായ ദിവസം രാവിലെ 7 മണിക്ക് ശ്രീജുവിന്റെ ഒരു കോൾ ശ്രീജയ്ക്ക് വന്നിരുന്നതായി കോൾ ലിസ്റ്റിൽ കണ്ടു. എന്തായിരുന്നു ശ്രീജ അന്ന് ശ്രീജുവിനോട് പറഞ്ഞത് എന്നോർക്കുന്നുണ്ടോ? അത് ശ്രീജയായിരുന്നില്ല സർ. വേണു അളിയനാണ് വിളിച്ചത്. വൈകുന്നേരം അവർ ഒരു സിനിമയ്ക്ക് പോകുന്നുണ്ടെന്നും ഞങ്ങളും കൂടെ ചെല്ലുന്നുണ്ടോ എന്നും അറിയാനാണ് അളിയൻ വിളിച്ചത്. ഞങ്ങളും വരുന്നുണ്ടെന്ന് ഞാൻ മറുപടി പറയുകയും ചെയ്തു. അളിയൻ ഫസ്റ്റ് ഷോയ്ക്ക് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരികയും ചെയ്തു. ഞങ്ങൾ സ്ഥിരം അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാനാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അളിയന് ആ സ്ക്രീൻഷോട്ട് അയക്കും. അളിയനാണെങ്കിൽ തിരിച്ചും. ഒരുപക്ഷേ ആരുടെയെങ്കിലും ഫോൺ ചാർജ് തീരുകയോ മറ്റോ ചെയ്താലോ എന്ന് കരുതിയാണ് അങ്ങനെ അയക്കുന്നത്. സമയത്ത് തിയേറ്ററിൽ കാണിക്കണ്ടേ? സ്ഥിരമായി തിയേറ്ററിൽ പോയി സിനിമ കാണാറുണ്ടോ നിങ്ങൾ ഫാമിലിയായിട്ട്? അങ്ങനെ എല്ലാ സിനിമയ്ക്കൊന്നുമില്ല. വിജയുടെ സിനിമകൾ എല്ലാം ശ്രീജയ്ക്ക് ഇഷ്ടാണ്. ശരി, ശ്രീജു, എനിക്ക് ശ്രീജി ഇതുവരെ വരച്ചിട്ടുള്ള എല്ലാ ചിത്രങ്ങളും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. വരൂ സർ. അകത്തെ മുറിയിലാണ് അവയെല്ലാം തന്നെ സൂക്ഷിച്ചിട്ടുള്ളത്. ഞങ്ങൾ അകത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വേണു അങ്ങോട്ടേക്ക് കയറി വന്നു. സ്കൂളിൽ നിന്നാ വിളിച്ചത്. രണ്ടുപേരും ക്ലാസ്സിലിരുന്ന് ഭയങ്കര കരച്ചിലാണെന്ന് ടീച്ചർ പറയുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് സ്കൂളിലേക്ക് വിട്ടാൽ മതിയെന്ന് ടീച്ചർ പറയുന്നത്. അവളില്ലാതെ അവർക്ക് പറ്റില്ല സാർ. ഒരു ചെറിയ ജോലി പോലും അവരെക്കൊണ്ട് ചെയ്യിക്കില്ല അവൾ. പാവം. ക്ലാസ്സിലിരുന്ന് കരയാനല്ലേ അവർക്ക് പറ്റൂ. അയാളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ശ്രീജുവിനും കണ്ണുകൾ നിറഞ്ഞു. അലക്സി വേണുവിന്റെ തോളിൽ തട്ടി. വേണു, നിങ്ങളാണ് അവരെ ആശ്വസിപ്പിക്കേണ്ടത്. ആ നിങ്ങൾ തന്നെ ഇങ്ങനെ തളർന്നു പോയാൽ എങ്ങനെയാണ്? ബി കോൺഫിഡന്റ് മാൻ. ഞങ്ങളെല്ലാം ഇവിടെയുള്ളത് വെറുതെയല്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം. 2 ദിവസം കൊണ്ട് ശ്രീജയെ ഞാൻ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തന്നിരിക്കും. എന്നെ വിശ്വസിക്കൂ. ശ്രീജു ഞങ്ങളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വൃത്തിയായി സൂക്ഷിച്ചിരുന്ന ഒരു മുറിയായിരുന്നു അത്. ഒരു യെല്ലോയിഷ് LED ബൾബിന്റെ അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. ആ വെട്ടത്തിൽ ആ മുറിയുടെ ഭംഗി 10 മടങ്ങ് വർദ്ധിക്കുന്നത് പോലെ തോന്നി. ഷെൽഫ് നിറയെ പുസ്തകങ്ങളുണ്ടായിരുന്നു. അലക്സി ഓരോ പുസ്തകങ്ങളും എടുത്തു നോക്കുന്നത് കണ്ടു. ശ്രീജു ചുമരിൽ ചാരിവെച്ചിരുന്ന ഏകദേശം 5 സെന്റിമീറ്ററോളം ആരം വരുന്ന സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള 10ഓളം കാരിയറുകൾ എടുത്തു വെച്ചു. അതിനുള്ളിൽ നിന്നും അയാൾ ഓരോ ഡ്രോയിങ് ഷീറ്റായി പുറത്തെടുത്തു. അതിമനോഹരങ്ങളായ നിരവധി ചിത്രങ്ങൾക്കാണ് ഞങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. എല്ലാ ചിത്രങ്ങളും ഓരോ പോർട്രെയ്റ്റുകളായിരുന്നു. അവയിൽ കൂടുതലും സിനിമാ താരങ്ങളുടേതായിരുന്നു. വിജയുടെ ഒരു ചിത്രത്തിന് ജീവനുണ്ടോ എന്ന് സംശയിച്ചു പോകും വിധം പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ 2 ചിത്രങ്ങളൊഴിച്ച് ബാക്കിയെല്ലാം തന്നെ സിനിമാ താരങ്ങളുടേതായിരുന്നു. ആ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം അവരുടെ തന്നെ കുടുംബചിത്രമായിരുന്നു. ഞാനത് കയ്യിലെടുത്ത് നോക്കി. ശ്രീജയും വേണുവും 2 മക്കളും. ആ വീടിന് മുന്നിൽ നിൽക്കുന്ന പോസായിരുന്നു ആ ചിത്രത്തിൽ. ഞാൻ കുറേ സമയം ആ ചിത്രത്തിൽ തന്നെ നോക്കി നിന്നു. ശേഷിച്ച ഒരു ചിത്രം അലക്സി കയ്യിലെടുത്ത് വെച്ച് നോക്കി. ജോൺ, ഇതൊരു സിനിമാ നടനാണോ? എന്നോടൊപ്പം ശ്രീജുവും വേണുവും ആകാംക്ഷയോടെ എത്തി നോക്കി. സുന്ദരമായ മുഖം. ഷേവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ബുൾഗാൻ താടിയുണ്ട്. ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഗ്ലാസിനുള്ളിൽ കൂടി അയാളുടെ ഭംഗിയുള്ള കണ്ണുകൾ കാണാം. ക്യൂട്ട് പുരികമായിരുന്നു അയാൾക്കുള്ളത്. മൂക്കിന്റെ വലതുഭാഗത്തിന് താഴെ മീശയ്ക്ക് മുകളിലായി ഒരു കറുത്ത മറുക് ഉള്ളതുപോലെ തോന്നുന്നു. ചിത്രത്തിന്റെ താഴെ ഇടതുവശത്തായി ശ്രീജയുടെ സൈനും ഇട്ടിട്ടുണ്ട്. വേണു മുന്നിലേക്ക് നീങ്ങി നിന്ന് ആ ഫോട്ടോ സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കി. സർ, ഇങ്ങനൊരാളെ അവൾ നേരത്തെ വരച്ച് ഞാൻ കണ്ടിട്ടില്ല.
അയാൾ ആ ചിത്രത്തിൽ നിന്നും കണ്ണെടുക്കുന്നതേയില്ല. അലക്സി ഞങ്ങളെ നോക്കി പറഞ്ഞു. എന്നാൽ ശ്രീജ നമുക്ക് വേണ്ടി മറ്റൊരു ചിത്രം കൂടി വരച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോക്കാം. എല്ലാവരും ഒന്ന് ഞെട്ടി. ആകെ അത്രയും ചിത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അലക്സി നടന്ന് പെയിന്റിംഗ് ബോർഡിന്റെ അടുത്തെത്തി. അതിൽ ഒരു കറുത്ത തുണിയിട്ട് ആ ചിത്രത്തെ മൂടിയിരുന്നു. വേണു ഡ്രോയിംഗ് ബോർഡിലേക്ക് കേന്ദ്രീകരിച്ചിരുന്ന ലൈറ്റിന്റെ സ്വിച്ച് ഓണാക്കി. അലക്സി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പതിയെ ആ തുണിയെടുത്ത് മാറ്റി. അരണ്ട ആ വെളിച്ചത്തിൽ ഞങ്ങൾ നാലുപേരും ശരിക്കും ആ ചിത്രം കണ്ട് ഞെട്ടിപ്പോയി. ആ ചിത്രത്തിലെ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ നിന്നിരുന്ന അതേ മുറി തന്നെയായിരുന്നു. അതിനു മുന്നേ കണ്ട ചിത്രത്തിലെ ബുൽഗാൻ താടിക്കാരൻ തന്നെയായിരുന്നു ആ ചിത്രത്തിലും ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചത് അയാൾ ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ചിത്രമായിരുന്നു അതെന്നതാണ്. അത് ആരോടായിരുന്നുവെന്ന് കണ്ടപ്പോൾ വീണ്ടും ഞെട്ടി. ശ്രീജയുമായിട്ട്. അയാൾ നിൽക്കുകയും ശ്രീജ കൈകൾ തറയിൽ കുത്തി മുട്ടുകാലിൽ നാൽക്കാലികളെ പോലെ സെക്സിന് വേണ്ടി അയാൾക്ക് അഭിമുഖമായി സെറ്റിൽ നിന്ന് കൊടുക്കുകയുമാണ് ചിത്രത്തിൽ. രണ്ടുപേരും പരിപൂർണ നഗ്നരാണ് താനും. ചിത്രത്തിന്റെ ഒറിജിനാലിറ്റി ആരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു. രണ്ടുപേരും ക്യാമറയിലേക്ക് നോക്കുന്നത് പോലെ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ആ ചിത്രത്തിന്റെ താഴെയായി ശ്രീജയുടെ ഒപ്പും ഇട്ടിട്ടുണ്ട്. അതൊരു ഫോട്ടോയിൽ നോക്കി വരച്ച ചിത്രമാണ് എന്നെല്ലാവർക്കും നന്നായി മനസ്സിലായി. എനിക്ക് നാണം തോന്നി. സ്വന്തം ഭാര്യയുടെ നഗ്നത മറ്റുള്ളവർ കാണേണ്ടി വന്ന വേണുവിന്റെ അവസ്ഥ ഞാൻ ആലോചിച്ചു നോക്കി. അതും അവളുടെ സഹോദരന് മുന്നിൽ വെച്ച്. ഹോ, ആലോചിക്കാൻ കൂടി വയ്യ. അലക്സി ഒന്ന് പുറകിലേക്ക് മാറി ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. വേണുവും ശ്രീജുവും ചിത്രം കണ്ട് തരിച്ചു നിൽക്കുകയാണ്. വേണു അറപ്പോടെ ആ കറുത്ത തുണിയെടുത്ത് ആ ചിത്രത്തിന് മുകളിലേക്കിട്ടു. അലക്സി തൊട്ടു മുന്നേ കണ്ട അയാളുടെ ക്ലോസപ്പ് ചിത്രത്തിന്റെ ഫോട്ടോ മൊബൈലിലെടുക്കാൻ എന്നോട് ആംഗ്യം കാട്ടി. ഞാൻ ആ ചിത്രത്തിന്റെ ഫോട്ടോ മൊബൈലിൽ പകർത്തി. വേണു ആകെ തകർന്നു പോയെന്ന് അയാളുടെ മുഖഭാവം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ആരും ഒന്നും മിണ്ടാതെ മിനിറ്റുകൾ കഴിഞ്ഞുപോയി. അലക്സി അവസാന പഫും എടുത്ത ശേഷം മൗനം ഭജിച്ചു. സോ, ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ഒരുപക്ഷെ ശ്രീജയുടെ തിരോധാനവുമായി ബന്ധമുള്ള ഒരാളാണെന്ന് നമുക്ക് കരുതാം. ചിലപ്പോൾ അവളുമായി അയാൾക്ക് നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നിരിക്കാം. അയാളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ കേസ് മുന്നോട്ട് നീങ്ങുകയുള്ളൂ. ശ്രീജു ദേഷ്യം കൊണ്ട് നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഒന്നും വേണ്ട. കണ്ടവന്റെ കൂടെ കിടന്നിവളെ ഇനി കണ്ടെത്തിയിട്ടെന്തിനാ? മതി കേസന്വേഷണവുമെല്ലാം. ഇനി ഇവൾ ഈ വീട്ടിലേക്ക് വന്നാൽ അവളുടെ കഴുത്തിൽ ആദ്യത്തെ വെട്ട് ഞാനായിരിക്കും വെട്ടുക. അളിയാ, പിള്ളേരെ നമുക്ക് എങ്ങനെയും വളർത്താം. ഇവളെ പോലുള്ള വേശ്യകളെ വീട്ടിൽ വിളിച്ചു കയറ്റുന്നതിലും നല്ലത് അവളെ അങ്ങ് കൊന്നുകളയുന്നതാ. അല്പസമയം അയാൾ നിന്ന് വിറച്ചു. എന്നിട്ട് ശ്രീജു അലക്സിയുടെ കയ്യിൽ പതിയെ പിടിച്ചു. സർ, നിങ്ങൾ നിങ്ങളെക്കൊണ്ടാവുന്ന വിധം നന്നായി തന്നെയാണ് അന്വേഷണം നടത്തിയത്. ഒരുപക്ഷെ നിങ്ങൾ അവളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും നാൾ നെഞ്ചിൽ കൊണ്ടു നടന്ന അവളെ ഇനി എനിക്ക് വേണ്ട. ഈ അളിയൻ എന്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. അവനെ ചതിച്ചൊരു പെണ്ണ് എന്റെ സഹോദരിയാണെങ്കിൽ കൂടി അവളെ ഞാൻ വെറുക്കുന്നു. നിങ്ങളുടെ ഫീസ് എത്രയായാലും ഞാനത് തരും. അലക്സി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കുറച്ചു സമയം നിശബ്ദമായി കടന്നുപോയി. ഞാൻ അലക്സിയെ തന്നെ നോക്കി. കേസന്വേഷണം അവസാനിക്കുമെന്ന വിഷമമായിരുന്നു എനിക്ക്. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ? അലക്സി ശ്രീജുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അയാൾ തലയാട്ടിക്കൊണ്ട് സമ്മതിച്ചു. ശ്രീജു, എനിക്കിവിടെയുള്ള എല്ലാ മുറികളും ഒന്നുകൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കിതിന്റെ പ്ലാൻ നന്നായി ഇഷ്ടപ്പെട്ടു. മൊത്തമൊന്ന് കണ്ടിട്ട് ഞങ്ങൾ ഉടനെ തന്നെ ഇറങ്ങിക്കൊള്ളാം. അതുപോരെ? അലക്സി ചോദിച്ചു. അതിനെന്താ, കയറി കണ്ടോളൂ. അയാളുടെ മുഖത്ത് ഒന്നും മനസ്സിലാകാത്ത ഭാവമായിരുന്നു. ശ്രീജുവിന് അലക്സിയെ നേരത്തെ പരിചയമില്ല. പക്ഷേ എനിക്ക് അലക്സിയെ നല്ല പരിചയമുണ്ട്. അങ്ങനെ വെറുതെ ഒരു വീട് കാണാൻ അലക്സി കയറില്ല എന്നെനിക്കുറപ്പുണ്ട്. ആളിന്റെ ഉള്ളിൽ മറ്റെന്തോ ഉദ്ദേശമുണ്ട്. ഒരുപക്ഷെ ശ്രീജയുടെ കാമുകനിലേക്ക് എത്താനുള്ള എന്തോ ഒന്ന് ആ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്താനുള്ള ശ്രമമാകും എന്ന് ഞാൻ ഊഹിച്ചു. അതല്ലെങ്കിൽ ശ്രീജയിലേക്കു തന്നെ എത്തിച്ചേരാനുള്ള ശ്രമമാകാം. എന്തായാലും ഞാനും അലക്സിയെ പിന്തുടർന്നു. 5 മിനിറ്റിനുള്ളിൽ എല്ലാ മുറികളിലും കയറി ഇറങ്ങി കഴിഞ്ഞിരുന്നു അയാൾ. വേണുവിനോടും ശ്രീജുവിനോടും ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഓഫീസിലേക്ക് തിരിച്ചു. അലക്സി എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു ഡ്രൈവ് ചെയ്യുന്ന സമയം. ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ ചോദിച്ച് ബുദ്ധിമുട്ടിച്ചതുമില്ല. ഇടയ്ക്ക് വെച്ച് ബൈക്ക് ഇടതുവശം ചേർത്ത് നിർത്തിയിട്ട് അലക്സി പറഞ്ഞു. ജോൺ അല്പസമയം ഡ്രൈവ് ചെയ്യുന്നുണ്ടോ? അലക്സിക്ക് മടുത്തെങ്കിൽ.
മടുത്തിട്ടല്ല. അലക്സി ബൈക്കിൽ നിന്നും ഇറങ്ങി പുറകിൽ കയറിയിരുന്നു. ശരി, പോകാം ജോൺ. ഞങ്ങൾ യാത്ര തുടർന്നു. ജോൺ, നിങ്ങളെ ഞാൻ ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. പറയൂ അലക്സി. ആ ഫോട്ടോയിലുള്ള ആളിനെ കണ്ടെത്തണം. ജോണിന് പറ്റുന്ന എല്ലാ രീതിയും അപ്ലൈ ചെയ്യാം. സോഷ്യൽ മീഡിയയും ഉപയോഗിക്കാം. ടിവി, റേഡിയോ തുടങ്ങിയ മാധ്യമങ്ങളിൽ ഏതു വേണോ ഉപയോഗിക്കാം. പക്ഷേ ഇയാളെ നാളെ ഉച്ചയ്ക്ക് മുമ്പ് കണ്ടെത്തണം. ഞാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം അലക്സി. നന്ദി ജോൺ. അപ്പോൾ താങ്കൾ കേസ് ഉപേക്ഷിക്കുന്നില്ല അല്ലേ അലക്സി? ഞാൻ കരുതി ശ്രീജു പറഞ്ഞപ്പോൾ നമ്മൾ കേസിൽ നിന്ന് പിന്മാറുകയാണെന്ന്. മിററിൽ കൂടി അലക്സിയെ നോക്കി. അയാൾ പുഞ്ചിരിക്കുകയാണ്. താങ്കൾ വീട് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് പോയപ്പോൾ മുതൽ എനിക്ക് പ്രതീക്ഷ വർദ്ധിച്ചു അലക്സി. വെറുതെ വീട് കാണാൻ അലക്സി ഉള്ളിലേക്ക് പോകില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ അലക്സിയെ നോക്കി. അതേ പുഞ്ചിരി മുഖത്തുണ്ട്. ജോൺ, ഈ കേസ് അധികം സമയമെടുക്കാതെ തന്നെ സോൾവ് ആകാനാണ് സാധ്യത. ഒരുപക്ഷേ നാളെ തന്നെ നമുക്ക് റിസൾട്ട് പറയാൻ സാധിക്കുകയും ചെയ്യുമെന്ന് കരുതുന്നു. പക്ഷേ ഇപ്പോൾ താങ്കൾ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. താങ്കളെ ഞാൻ ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് താങ്കൾക്ക് ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾ അപ്പോഴേക്കും അലക്സിയുടെ റൂമിൽ എത്തിയിരുന്നു. ഞാൻ ആ വരച്ച ചിത്രം എന്റെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. കൂടെ ഒരു നോട്ടും കൊടുത്തു. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ തിരിച്ചറിയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. വിവരങ്ങൾ നൽകുന്ന ആൾക്ക് വലിയ പാരിതോഷികങ്ങൾ നൽകപ്പെടും. ഒരു ഫോൺ നമ്പറും കൊടുത്തു. ഞാൻ സ്ഥിരം ഉപയോഗിക്കാത്ത ഒരു നമ്പറാണത്. കുറച്ച് കാശ് മുടക്കി ഫേസ്ബുക്ക് പെയ്ഡ് പ്രൊമോഷൻ കൂടി നൽകി പോസ്റ്റിന് നല്ല റീച്ച് കൊടുത്തു. വാട്സപ്പിലും പോസ്റ്റ് ഷെയർ ചെയ്തു. ഒരു ഫ്രണ്ട് വഴി ചില ഓൺലൈൻ പത്രങ്ങളിലും ന്യൂസ് കൊടുത്തു. രാത്രിയായപ്പോൾ കുറച്ചുപേർ തിരിച്ചു വിളിച്ചെങ്കിലും എല്ലാവർക്കും എന്താണ് പാരിതോഷികം എന്നൊക്കെ അറിയാനായിരുന്നു താല്പര്യം. കോൾ അറ്റൻഡ് ചെയ്ത് ചെയ്ത് എനിക്ക് വട്ടായി. എങ്കിലും കേസ് തെളിയിക്കണമെന്ന ലക്ഷ്യമുള്ളതിനാൽ ഞാൻ എല്ലാ കോളുകളും അതിൻ്റെതായ ആത്മാർത്ഥതയോടെ തന്നെ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഉദ്ദേശിച്ച റിസൾട്ട് മാത്രം കിട്ടിയില്ല. ഇടയ്ക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നു. എപ്പോഴോ ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അലക്സി അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്കുള്ള ചായ ബെഡിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ചായ ആസ്വദിച്ച് തന്നെ കുടിച്ചു. മേശപ്പുറത്ത് ഒരു കടലാസ് കഷ്ണമുണ്ടായിരുന്നു. ഞാനത് എടുത്തു നോക്കി. ജോൺ, ഞാൻ അത്യാവശ്യമായി ഒരിടം വരെ പോകുകയാണ്. താങ്കൾ അന്വേഷിച്ച ആളിനെ ഇതുവരെയും കണ്ടുകിട്ടിയില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്തായാലും ഉദ്യമം ഉപേക്ഷിക്കരുത്. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ ഞാനെത്തും. എന്നിട്ട് ഭക്ഷണത്തിനു ശേഷം നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. റെഡിയായി നിൽക്കണം. താങ്കൾക്കുള്ള പ്രാതൽ വാങ്ങി അടുക്കളയിലെ അലമാരയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അലക്സി. പലരും വീണ്ടും വിളിച്ചുവെങ്കിലും ആ ചിത്രത്തിലെ ആളിനെ മാത്രം കിട്ടിയില്ല. സമയം കടന്നുപോയി. അലക്സി പറഞ്ഞതിനും 5 മിനിറ്റ് നേരത്തെ എത്തി. ജോൺ, അങ്ങനെ ഒരാളെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ല അല്ലേ? ആഹാരപ്പൊതി മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അലക്സി ചോദിച്ചു. ഞാൻ ആശ്ചര്യഭരിതനായി. അല്ല, താങ്കൾക്കെങ്ങനെ അറിയാം അങ്ങനെ ഒരാൾ വിളിച്ചില്ല എന്ന്? അലക്സി ചിരിച്ചു. ജോൺ, നമ്മൾ ഈ കേസ് സോൾവ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആ ഫോട്ടോയിലെ ആളിനെ കിട്ടിയോ? ജോൺ, നിങ്ങൾ ഈ ജീവിതകാലം മുഴുവനും തിരഞ്ഞാലും അങ്ങനെ ഒരാളെ കിട്ടില്ല. ഏ? ഞാൻ ഞെട്ടി. അതെന്താ അലക്സി? അങ്ങനെ ഒരാളില്ല. ഉണ്ടെങ്കിലല്ലേ ജോണിനത് കണ്ടുപിടിക്കാൻ പറ്റൂ. ഞാനാകെ കൺഫ്യൂഷനിലായി. അങ്ങനെ ഒരാളില്ല എങ്കിൽ പിന്നെ ശ്രീജ എങ്ങനെയാണ് അങ്ങനെയൊരു പടം വരച്ചത്? അതിലൊരെണ്ണം അവർ തമ്മിലുള്ള വീഴ്ചയുടേതു കൂടിയായിരുന്നല്ലോ. അലക്സി ചിരിക്കുന്നുണ്ട്. ജോൺ, നിങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം ഇനിയും മനസ്സിലായിട്ടില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ആ വീട്ടിൽ ഒരു ജോലിക്കാരനും മറ്റൊരു സ്ത്രീയുമുള്ള വിവരം നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിലും അവരെ കാണാനോ ചോദ്യം ചെയ്യാനോ സാധിച്ചിരുന്നില്ല എന്നത് ജോൺ ശ്രദ്ധിച്ചിരുന്നു. അതെ, അതിൽ അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. പക്ഷേ രേണു എന്ന പെൺകുട്ടി, അതായത് ശ്രീജയുടെ അനിയത്തി, ശ്രീജയെ കാണാതായതിനു ശേഷം സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നല്ലോ. അവരുടെ വീട് ശ്രീജയുടെ വീട്ടിൽ നിന്നും ഒത്തിരി ദൂരത്തിലാണെന്നും അലക്സി തന്നെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ശരിയാണ്. ആ പെൺകുട്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. കോശിയുടെ കാര്യം പറയൂ. അയാളെ അന്നത്തെ ദിവസത്തിന് ശേഷം അവിടെ ആരും കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ അച്ചായൻ എന്ന് വിളിക്കുന്ന കോശിച്ചായനെ തപ്പി ഒരു യാത്ര തന്നെ നടത്തി. കോശിച്ചായന്റെ വീട് കണ്ടുപിടിക്കാൻ അല്പം കഷ്ടപ്പെടേണ്ടി വന്നുവെങ്കിലും പുള്ളിയോട് അവിടുത്തെ കാര്യങ്ങളും ശ്രീജയെ പറ്റിയുള്ള കാര്യങ്ങളുമൊക്കെ അന്വേഷിക്കാൻ സാധിച്ചു. വേണു കോടതിയിൽ പോയി കഴിഞ്ഞാലും
ആ വീട്ടിൽ അവശേഷിക്കുന്ന ഒരാൾ കോശിച്ചായനാണ്. അതുകൊണ്ട് തന്നെ അയാളെ ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യവുമാണ്. ശ്രീജയെപ്പറ്റി വലിയ അഭിപ്രായമാണ് കോശിച്ചായന്. മക്കളെ നോക്കുന്ന കാര്യത്തിലായാലും ഭർത്താവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യത്തിലായാലും ശ്രീജ ഒരു വളരെ നല്ല വീട്ടമ്മ തന്നെയാണ് എന്ന് തന്നെയാണ് അച്ചായന്റെ അഭിപ്രായം. ഞാൻ അലക്സി പറയുന്നത് എല്ലാം അക്ഷമനായി നിന്ന് കേൾക്കുകയായിരുന്നു. ശ്രീജ എങ്ങോട്ടാണ് പോയതെന്നതിനെ സംബന്ധിച്ച് മാത്രം അയാൾ ഒന്നും പറയുന്നില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചു. എന്തോ ഒരു സസ്പെൻസ് പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ. ഞാൻ ഇടയ്ക്ക് കയറി. അലക്സി, ശ്രീജയെ സംബന്ധിച്ച് താങ്കളുടെ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാമോ? അലക്സിയുടെ ചുണ്ടിൽ ഒരു ചിരി വീണ്ടും ഒളിച്ചുവെച്ചിരുന്നു. ജോൺ, നമ്മൾ രണ്ടാമത് വീടിനുള്ളിൽ കയറിയത് താങ്കൾ ഓർക്കുന്നില്ലേ? എന്തിനാണെന്ന് താങ്കൾ ഇന്നലെയും ചോദിക്കുകയും ചെയ്തു. യെസ്, താങ്കൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. ആ വീടിന്റെ പ്ലാൻ ഒരു ബ്രില്യൻ തലയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. നമ്മൾ നിന്നിരുന്ന ക്യാൻവാസ് വെച്ചിരുന്ന മുറിയുടെ ചുവരിൽ ഒരു അലമാര ഉണ്ടായിരുന്നത് താങ്കൾ ശ്രദ്ധിച്ചിരുന്നു. ശ്രദ്ധിച്ചിരുന്നു. അതിലെന്താ? പറയാം. ഞാൻ ആ മുറികളിലുണ്ടായിരുന്ന ടൈലുകളുടെ എണ്ണം എടുക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് വീട് കാണണമെന്നും പറഞ്ഞ് രണ്ടാമത് അകത്തേക്ക് പോയതും താങ്കൾ എന്നെ അനുഗമിച്ചതും. ടൈലുകളുടെ എണ്ണമോ? അതെന്തിന്? ജോൺ, ആ വീട്ടിലെ എല്ലാ ടൈലുകളും 60-60 സെന്റിമീറ്റർ സൈസിലുള്ള ടൈലുകളായിരുന്നു. അവരുടെ ബെഡ്റൂമിൽ അങ്ങനത്തെ 36 ടൈലുകളാണ് ഇട്ടിട്ടുള്ളത്. അതായത് ആ റൂമിന്റെ ഷേപ്പ് സമചതുരാകൃതിയിലുള്ളതും 360-360 സെന്റിമീറ്റർ അളവോട് കൂടിയതുമാണ്. അപ്പോൾ ആ റൂമിന്റെ വിസ്തീർണം 139 സ്ക്വയർ ഫീറ്റാണ്. അങ്ങനെ ആ വീട്ടിലെ എല്ലാ മുറിയുടെയും വിസ്തീർണം ഞാൻ കണ്ടുപിടിച്ച് കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം 1324 സ്ക്വയർ ഫീറ്റ് എന്നാണ്. പക്ഷേ പുറത്തുനിന്ന് മൊത്തം നീളവും വീതിയും കണക്കുകൂട്ടി തമ്മിൽ ഗുണിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം 1424 സ്ക്വയർ ഫീറ്റാണ്. ഏകദേശം 100 സ്ക്വയർ ഫീറ്റ് മിസ്സിംഗ്. അതായത് നമ്മൾ ആദ്യം കണക്കുകൂട്ടിയ ബെഡ്റൂമിന്റെ മുക്കാൽ ഭാഗത്തോളം വരുന്ന വിസ്തീർണം ആ വീടിനുള്ളിൽ മിസ്സിംഗ് ആണ്. അത് കണ്ടുപിടിക്കാനാണ് ഞാൻ തിരിച്ച് വീടിനുള്ളിലേക്ക് കയറിയത്. ഞാൻ അന്തം വിട്ടുപോയി. ഏ, 100 സ്ക്വയർ ഫീറ്റ് മിസ്സിങ്ങോ? അതെങ്ങനെ സാധ്യമാകും അലക്സി? ഉത്തരത്തിനു വേണ്ടി അലക്സിയുടെ മുഖത്തേക്ക് ആകാംക്ഷയോടെ ഞാൻ നോക്കി. അതേ ജോൺ, ഞാൻ പറഞ്ഞത് 100% സത്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു രസകരമായ വസ്തുത, ശ്രീജ വരച്ച ചിത്രങ്ങൾ കണ്ടെത്തിയ ആ മുറിയിലെ സ്വിച്ച് ബോർഡിൽ 5 സ്വിച്ചുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. അതിൽ ആദ്യത്തേത് ചുവരിൽ കണ്ട ലൈറ്റിന്റേതും, രണ്ടാമത്തേത് മുകളിലെ മെയിൻ ലൈറ്റിന്റേതും, മൂന്നാമത്തേത് ഫാനിന്റേതുമാണെങ്കിൽ അഞ്ചാമത്തെ സ്വിച്ച് ആ ബോർഡിലെ പ്ലഗിന്റേതായിരുന്നു. എന്നാൽ നാലാമത്തെ സ്വിച്ച് എന്തിനുള്ളതാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. ആ മുറിയിൽ മേൽ സൂചിപ്പിച്ചവയല്ലാതെ മറ്റൊരു ഇലക്ട്രിക് ഒബ്ജക്റ്റും ഇല്ലായിരുന്നു. സംശയ നിവാരണത്തിനായി ഞാൻ ആ സ്വിച്ച് ഓണാക്കി നോക്കി. റൂമിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായില്ല. എന്തെങ്കിലും ശബ്ദം പുതുതായി കേൾക്കുകയോ വെളിച്ചം ഓണാകുകയോ ഒന്നും തന്നെ ഉണ്ടായില്ല. അത് എന്തിനുള്ള സ്വിച്ചായിരിക്കുമെന്ന് ഞാൻ സംശയിച്ചുകൂട്ടി. എനിക്ക് ഉത്തരം കിട്ടിയില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ആ പുസ്തകങ്ങൾ അടുക്കിയിരിക്കുന്ന ഷെൽഫിലെ ആദ്യത്തെയും അവസാനത്തെയും കോളത്തിലുണ്ടായിരുന്ന പുസ്തകങ്ങളുടെ മുകളിലുണ്ടായിരുന്ന പൊടി. ബാക്കിയുള്ള 4 കോളങ്ങളിലെ ഒരു പുസ്തകത്തിന്റെ മുകളിലും പൊടി അത്രയും അളവിൽ ഉണ്ടായിരുന്നില്ല. താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ് അലക്സി? കുറച്ചുകൂടി വ്യക്തമാക്കാമോ? മിനിറ്റുകൾക്കുള്ളിൽ എന്റെ സുഹൃത്തിന് എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ മനസ്സിലാകും എന്ന് ഞാൻ ഉറപ്പു തരുന്നു ജോൺ. പക്ഷെ അതിനു മുമ്പ് നമ്മൾ കുറച്ചു കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അലക്സി തുടർന്നു. ജോൺ, നമ്മൾ പരിശോധിച്ച ശ്രീജയുടെ പെയിന്റിങ്ങുകൾ ഓർക്കുന്നുണ്ടോ? അവയിൽ നമ്മൾ അവസാനം കണ്ട 2 പെയിന്റിങ്ങുകൾ ശ്രീജ വരച്ചതല്ല. ഏ, ഞാൻ ശരിക്കും ഞെട്ടി. അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും അലക്സി? പറ്റും ജോൺ. ശ്രീജയേക്കാൾ മനോഹരമായി പെയിന്റിംഗ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ കൂടി ആ വീട്ടിലുണ്ട്. ആ ആൾ വരച്ച 2 പെയിന്റിംഗ് കൂടി ശ്രീജയുടെ പെയിന്റിങ്ങുകളുടെ കൂട്ടത്തിൽ നമ്മൾ കണ്ടുവെന്നേയുള്ളൂ. പെർഫെക്റ്റായി അയാൾ ശ്രീജയുടെ സൈൻ അതേപടി ഇടുകയും ചെയ്തു. അതിലൂടെ ശ്രീജയ്ക്ക് ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുകയായിരുന്നു ആളിന്റെ ഉദ്ദേശം. അതാരാണെന്ന് അന്വേഷകർക്ക് വ്യക്തമാക്കാനാണ് അയാളുടെ മുഖമുള്ള മറ്റൊരു ചിത്രം അയാൾ ആദ്യമേ തന്നെ ഇട്ടുതന്നത്. ഞാൻ ശരിക്കും ഞെട്ടിയിരുന്നു. ആ ഫോട്ടോ ഫോണിൽ പകർത്തിയത് ഞാനെടുത്ത് ഓപ്പൺ ചെയ്തു. അലക്സി എന്റെ ഫോൺ വാങ്ങിയിട്ട് പിക്ചർ സൂം ചെയ്ത് എന്നെ കാണിച്ചു. ജോൺ, ഒരു കലാസൃഷ്ടിയിൽ ഒരു കലാകാരൻ അറിയാതെ ഇട്ടുപോകുന്ന ചില കയ്യൊപ്പുകളുണ്ട്.
കളറുകൾ തിരഞ്ഞെടുക്കുന്നതിലും, ഡാർക്ക്, ലൈറ്റ് ഷെയ്ഡുകൾ തിരഞ്ഞെടുത്ത് വരയ്ക്കുന്നതിലും, മഷിയുടെ തീവ്രത തിരഞ്ഞെടുക്കുന്നതിലും എല്ലാം ഓരോ കലാകാരന്മാരും അവരുടെ ഐഡന്റിറ്റി പ്രതിഫലിപ്പിച്ചിരിക്കും. അതിന്റെ ബുദ്ധിക്ക് അനുസരണമായി മാത്രമേ ഒരാൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കൂ. സൂക്ഷ്മതയോടെ നിരീക്ഷണം നടത്തിയാൽ രണ്ടുപേര് വരയ്ക്കുന്ന ചിത്രങ്ങൾ തമ്മിലുള്ള 100 വ്യത്യാസങ്ങൾ നിസ്സാരമായി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ സാധാരണയായി ആരും തന്നെ അത്രയ്ക്ക് സൂക്ഷ്മമായൊന്നും ഒരു ചിത്രത്തെയും അനലൈസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ ഐഡന്റിറ്റിയും മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. അതായത് അലക്സി, ആ ചിത്രങ്ങൾ വരച്ചത് വേണു ആണെന്നാണോ അലക്സി പറഞ്ഞു വരുന്നത്? താങ്കളുടെ ആകാംക്ഷ ഞാൻ മനസ്സിലാക്കുന്നു ജോൺ. അതിലേക്ക് വരാം. അതിനു മുമ്പ് കാര്യങ്ങൾ കുറച്ചുകൂടി പറഞ്ഞോട്ടെ. ആ പെയിന്റിങ്ങിന്റെ ഉടമയെ തപ്പി ഇന്നലെ കുറെ അലഞ്ഞു. ആ ചിത്രത്തിലെ ആൾ യഥാർത്ഥത്തിലുള്ള ആളല്ല എന്ന് ഞാൻ നേരത്തെ ഊഹിച്ചിരുന്നു. അതൊന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് താങ്കളെ അന്വേഷണം ഏൽപ്പിച്ചത്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഈ കേസ് സോൾവ് ചെയ്യാൻ ഏറ്റവും സഹായകമാകുക അയാളായിരിക്കുമെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. അലക്സി, താങ്കൾ ഇപ്പോഴും പറഞ്ഞില്ല ആരാണ് ആ ചിത്രം വരച്ചതെന്ന്. ടെൻഷൻ കാരണമാണ് ചോദിച്ചു പോകുന്നത്. ജോൺ, ഞാനിന്ന് രാവിലെ മുഴുവനും ആ ആളിനെ തിരക്കിയായിരുന്നു നടന്നത്. ആ ചിത്രം വരയ്ക്കാൻ ഒരാൾക്കേ സാധിക്കുമായിരുന്നുള്ളൂ. ആ ആളിനെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല, ചോദ്യം ചെയ്തിട്ടുമില്ല. രേണു? അതെ ജോൺ. രേണു ശ്രീജയേക്കാൾ മികച്ച ഒരു ചിത്രകാരിയാണ്. പക്ഷേ അവളുടെ ഫേസ്ബുക്കിലൊന്നും അവളുടെ ഒരു ചിത്രങ്ങളും അപ്ലോഡ് ചെയ്തിരുന്നില്ല. അതെന്നെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. പക്ഷേ ഞാൻ വിട്ടില്ല. രാവിലെ 2 മണിക്കൂർ കുത്തിയിരുന്ന് ഫേസ്ബുക്ക് മുഴുവൻ അരിച്ചുപെറുക്കി. ഒടുവിൽ കേരളത്തിലുള്ള എല്ലാ പെയിന്റേഴ്സിന്റെയും അക്കൗണ്ടുകളിൽ നീണ്ട അന്വേഷണത്തിന് ശേഷം ഞാനൊരു പേജ് കണ്ടെത്തി. പക്ഷേ അത് ജയരാജ് എന്ന FB പ്രൊഫൈലിന്റെ പേജായിരുന്നു. പക്ഷേ അതിൽ അപ്ലോഡ് ചെയ്തിരുന്ന ചിത്രങ്ങൾക്ക് രേണുവിന്റെ എക്സാക്റ്റ് ഐഡന്റിറ്റി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ജയരാജ് എന്നത് രേണുവിന്റെ ഫേക്ക് അക്കൗണ്ട് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിലെ ചിത്രങ്ങൾ ഷെയർ ചെയ്യുന്നവരിൽ രേണുവിന്റെ യഥാർത്ഥ അക്കൗണ്ടും ഉണ്ടായിരുന്നു എന്നത് അത് രേണു തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ എന്നെ സഹായിച്ചു. അലക്സി, അപ്പോൾ ശ്രീജ? ജോൺ, അൺഫോർച്ചുനേറ്റ്ലി ഷീ ഈസ് നോ മോർ ആൻഡ് ഇറ്റ് ഈസ് എ ബ്രൂട്ടൽ മർഡർ. ഓ, ഞാൻ അന്തം വിട്ടു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും രേണുവിന് അതിൽ പങ്കുണ്ട്, അല്ലേ അലക്സി? രേണുവിന് പങ്കുണ്ടെങ്കിൽ വേണുവിനും പങ്കുണ്ടായാലേ പറ്റൂ. അതെ, താങ്കൾ പറഞ്ഞത് ശരി തന്നെ. അതിനെ ന്യായീകരിക്കുന്ന കുറച്ചു കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ശ്രീജ മിസ്സായ ദിവസം എന്ന് വേണു നമ്മളോട് പറഞ്ഞത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. എന്നാൽ ഞാൻ പറയുന്നു, അതിനു തൊട്ട് തലേ ദിവസം ശ്രീജ കൊല്ലപ്പെട്ടു. നല്ലൊരു ഭാര്യയായ ശ്രീജ കൊല്ലപ്പെടണമെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടായേ പറ്റൂ. വേണുവിനെ ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ചു കാര്യങ്ങളുണ്ട്. അയാൾ ഒരു മാന്യനാണെന്ന് മറ്റുള്ളവരെ എപ്പോഴും അയാൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതിനാൽ എപ്പോഴും അമിതമായ വിനയത്തോടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ. ആ മാന്യത നഷ്ടപ്പെടുന്നത് അയാൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം പേറി നടക്കുന്ന ഒരാൾക്ക് സ്വന്തം ഭാര്യയെ കൊല്ലണമെന്ന് തോന്നിയെങ്കിൽ അയാളുടെ മാന്യതയ്ക്ക് കോട്ടം തട്ടുന്ന എന്തോ ഒന്ന് ശ്രീജ കണ്ടെത്തി. ഒരുപക്ഷേ രേണുവുമായി അയാൾക്ക് മോശമായ ബന്ധം ഉണ്ടായിരുന്നിരിക്കാം. വ്യാഴാഴ്ച രാത്രിയിൽ അയാളെ അവളോടൊപ്പം ശ്രീജ കണ്ടു എന്ന് സങ്കല്പിക്കുക. അയാൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ അയാളുടെ ഇമേജ് തകരും എന്ന അവസ്ഥ അയാളെ കൊണ്ട് തന്നെ ശ്രീജയെ കൊല്ലിക്കും. ശരിയല്ലേ ജോൺ? ശരിയാണ്. പക്ഷേ വ്യാഴാഴ്ച രാത്രി അയാൾ ശ്രീജയെ കൊന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. വെള്ളിയാഴ്ച പകൽ 11:50 കറുത്ത സാരിയുടുത്ത ശ്രീജയെ കണ്ടുവെന്ന് ഷെസ്സി പറഞ്ഞത് എങ്ങനെ ശരിയാകും? ഷെസ്സി പറഞ്ഞത് ശരിയാണ് ജോൺ. പക്ഷേ അവർ കണ്ടത് ശ്രീജയുടെ സാരിയുമെടുത്ത് പുറത്തേക്ക് പോയ രേണുവിനെയാണെങ്കിലോ? പക്ഷേ എന്നും കാണുന്ന ശ്രീജയെ ഷെസ്സിക്ക് തിരിച്ചറിയാൻ പറ്റാതെ വരുമെന്ന് എങ്ങനെ വിശ്വസിക്കും? ജോൺ, നിങ്ങൾ രേണുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല ലെക്സി. ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് രേണുവിന്റെ അക്കൗണ്ട് സെർച്ച് ചെയ്ത് നോക്കൂ ജോൺ. നിങ്ങൾ ഞെട്ടും. അല്പം ദൂരെ നിന്ന് കണ്ടാൽ രേണു ശ്രീജയാണെന്നേ പറയൂ. അതുപോലെ തിരിച്ചും. എത്രയായാലും ഒരു കുടുംബത്തിലേതല്ലേ? പിന്നെ ഷെസ്സിയുടെ വീട് അതല്പം ദൂരെയാണെന്ന് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ ജോൺ? അത് നമ്മളോട് പറയുകയും ചെയ്തു. ഇത്രയും ദൂരെ നിന്ന് വിളിച്ചാൽ കേൾക്കില്ല എന്ന്. ഓർക്കുന്നുണ്ടോ താങ്കൾ? ശരിയാണ് അലക്സി. അപ്പോൾ അത് രേണു ആയിരുന്നു അല്ലേ? അതെ. നമ്മളോട് വേണു പറഞ്ഞത് കള്ളമാണ്.
അന്ന് രാവിലെ രേണു കോളേജിൽ പോയില്ല. അവൾ 12 മണിയോടെ ശ്രീജയുടെ രൂപത്തിൽ ആ സാരിയുമെടുത്ത് പുറത്തു പോകട്ടെ എന്നത് വേണു തയ്യാറാക്കിയ തിരക്കഥയാണ്. എല്ലാ അയൽവീടുകളും അല്പം ദൂരെയാണെന്നതിനാൽ ആരും തന്നെ അത് രേണുവാണ് എന്ന് സ്ഥിരീകരിക്കില്ല എന്നയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ആരെങ്കിലും അടുത്തവളെ കണ്ടാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അതിന് കുട പിടിക്കുകയോ മറ്റോ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചിരിക്കണം. അല്ലെങ്കിലും ആ ഒരു ഏരിയയിൽ ആകെ 5-6 വീടുകൾ മാത്രമല്ലേ, ആരും കാണില്ല എന്ന് തന്നെ അവർ വിശ്വസിച്ചു. നമ്മളെ കേസ് ഏൽപ്പിച്ച ശേഷം രേണുവിനെ വേണു ഇവിടുന്ന് നൈസായി മാറ്റി. നിങ്ങൾ ഓർത്തു നോക്കൂ ജോൺ, നമുക്ക് അവളെ ഒന്ന് കാണാൻ പോലും അവസരം കിട്ടിയില്ല. ശ്രീജയുടെ കൊലപാതകത്തിന്റെ തെളിവുകൾ ഒന്നും തന്നെ നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി വേണു അവളെ മറച്ചു പിടിക്കുകയായിരുന്നു. പക്ഷേ അലക്സി പറഞ്ഞത് ശരിയാണെന്ന് വെക്കാം. പക്ഷേ അയാളുടെ മക്കൾക്കറിയാമല്ലോ വ്യാഴാഴ്ച മുതലാണ് അവരുടെ അമ്മയെ കാണാതായതെന്ന്. ചാൻസ് കുറവാണ് ജോൺ. വ്യാഴാഴ്ച രാത്രിയിൽ എപ്പോഴോ ശ്രീജയെ അയാൾ വധിച്ചു. ആ സമയം കുട്ടികൾ ഉറങ്ങുകയായിരുന്നു എന്ന് സങ്കല്പിക്കൂ. രാവിലെ അവർ എണീറ്റപ്പോൾ അമ്മ എവിടെയോ പോയതായി അയാൾ ഒരു നുണ പറയുന്നു എന്ന് സങ്കല്പിക്കുക. അവർ രാവിലെ സ്കൂളിൽ പോയ സമയത്ത് അമ്മ തിരിച്ചെത്തിയെന്നും അയാൾ വൈകുന്നേരം അവരുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. അപ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവരുടെ അമ്മയെ കാണാതായിരിക്കുന്നത് തലേന്നല്ലല്ലോ. മാത്രമല്ല, ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ അന്വേഷണത്തിൽ ഒരിക്കൽ പോലും നമ്മൾ അവരെ കണ്ടിട്ടില്ല. അങ്ങനൊരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായും കുട്ടികൾ പറഞ്ഞേനെ അമ്മയെ ഉണർന്നപ്പോൾ കണ്ടില്ല എന്നും അച്ഛൻ അന്നേരം അവർക്ക് പറഞ്ഞുകൊടുത്ത കള്ളവും. അപ്പോൾ വേണു പ്രതിരോധത്തിലാകും. അയാൾ പിടിക്കപ്പെടുകയും ചെയ്യും. സോ അയാൾ ബോധപൂർവം കേസ് നമുക്ക് നൽകിയത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. അതും ശ്രീജയുടെ സഹോദരന്റെ നിർബന്ധപ്രകാരം. കുട്ടികൾ കണ്ട കാര്യങ്ങളെല്ലാം അയാൾ നമ്മളോട് കേസിന്റെ കാര്യങ്ങളായി പറഞ്ഞതുകൊണ്ട് നമ്മൾ കുട്ടികളെ ചോദ്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചതുമില്ല. പക്ഷേ അലക്സി, ശ്രീജയെ കൊന്നിട്ട് അയാൾ ബോഡി എവിടെ മറവ് ചെയ്തു എന്നാണ് താങ്കളുടെ നിഗമനം? ജോൺ, ആ വീട്ടിൽ 100 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു രഹസ്യമുറി കൂടിയുണ്ട് എന്ന് അളന്നു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു. ആ മുറിയിലേക്ക് ഒരേയൊരു എൻട്രൻസ് മാത്രമേയുള്ളൂ. അലമാരയിലെ ആദ്യത്തേതും അവസാനത്തേതും കോളങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള അറകൾ നടുക്കുനിന്നും 2 വശത്തേക്ക് പാളികളായി തുറക്കാവുന്ന വിധം വിജാഗിരികൾ ഘടിപ്പിച്ചിട്ടുള്ളവയാണ്. അതിലുള്ള പുസ്തകങ്ങൾ എടുത്തു മാറ്റിയാൽ ആ വാതിൽ തുറക്കാൻ സാധിക്കും. ആ മുറിയിലെ സ്വിച്ച് ബോർഡിലെ 4-മത്തെ സ്വിച്ച് ആ മുറിയിലെ ലൈറ്റിൻ്റെതാണ് എന്നെനിക്ക് അന്നുതന്നെ മനസ്സിലായിരുന്നു. ആ മുറിയിലെ ടൈലുകൾ അയാൾ ഇളക്കി മാറ്റിയിട്ടുണ്ടാകണം. അവിടെ അവൾക്ക് വേണ്ടി അയാൾ വ്യാഴാഴ്ച രാത്രി തന്നെ ആ കുഴി എടുത്തിട്ടുണ്ടാകണം. ശ്രീജയുടെ ബോഡി അയാൾ ആ കുഴിയിൽ തന്നെ അടക്കിയിട്ടുണ്ട്. പക്ഷേ അലക്സി, ഇതെല്ലാം ശരിയാകണമെന്നുണ്ടോ? ഉണ്ട് ജോൺ. നമ്മൾ കേസ് മതിയാക്കി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എങ്ങനെ ആ റൂമിനുള്ളിൽ കയറാം എന്നതായിരുന്നു എന്റെ ചിന്ത. പക്ഷേ അന്ന് നിർഭാഗ്യവശാൽ അതെനിക്ക് സാധിച്ചില്ല. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ മുതൽ എന്റെ കണ്ണുകൾ പരതിയത് പുരയിടത്തിൽ എവിടെയെങ്കിലും മണ്ണ് കൂട്ടിയിട്ടുണ്ടോ എന്നതാണ്. ശ്രീജയുടെ വ്യാപ്തം എത്രയാണോ അത്രയും അളവ് മണ്ണ് പുരയിടത്തിന്റെ തെക്ക് ഭാഗത്ത് മാവിന്റെ ചുവട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ വേണുവിനുള്ളിലെ ക്രിമിനലിനെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. വ്യാഴാഴ്ച മരിച്ച ശ്രീജയെ അയാൾ കാണാനില്ല എന്ന് വരുത്തി തീർത്തു. ശ്രീജുവിനെ വെള്ളിയാഴ്ച രാവിലെ ശ്രീജയുടെ മൊബൈലിൽ നിന്നും വിളിച്ച് സിനിമയ്ക്ക് വൈകുന്നേരം പോകാമെന്നും പറഞ്ഞ് ശ്രീജ ഉൾപ്പെടെ എല്ലാവർക്കും ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്ത വേണു അതിന്റെ സ്ക്രീൻഷോട്ട് ശ്രീജുവിന് തന്നെ അയച്ചു കൊടുത്ത് ശ്രീജ വീട്ടിൽ തന്നെയുണ്ട് എന്ന ബോധം അയാൾ അറിയാതെ തന്നെ അയാളിൽ അടിച്ചേൽപ്പിച്ചു. ശ്രീജയുടെ പെയിന്റിങ്സിന്റെ കൂടെ വെള്ളിയാഴ്ച 2 ചിത്രങ്ങൾ അധികമായി രേണുവിനെ കൊണ്ട് വരപ്പിച്ചു ചേർത്ത വേണു 2-മത്തെ ചിത്രത്തിൽ ശ്രീജയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് അന്വേഷകനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു കാമുകനെ തന്നെ സൃഷ്ടിച്ചു കളഞ്ഞു. ആ ചിത്രം കണ്ടതോടെ ശ്രീജു കേസന്വേഷണം അവസാനിപ്പിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ ഉള്ളുകൊണ്ട് സന്തോഷിച്ച വേണു നമുക്ക് മുന്നിൽ ദുഃഖം അഭിനയിച്ചു തകർക്കുകയായിരുന്നു. വേണുവിന്റെ മനസ്സിന് ആശ്വാസമായി മാറി കേസ് നമ്മൾ മതിയാക്കിയെന്ന എന്റെ വാക്കുകൾ. ഞാൻ അന്നേരം അയാളെ ശരിക്കും ശ്രദ്ധിക്കുകയായിരുന്നു. സ്വന്തം ഭാര്യയെ കൊന്നിട്ട് അതിന്റെ തെളിവുകൾ മറക്കാൻ അങ്ങേയറ്റം ബുദ്ധി ഉപയോഗിക്കുന്ന ഒരു വക്കീൽ ഗുമസ്തനെ ഞാൻ ആസ്വദിച്ചു കാണുകയായിരുന്നു. അലക്സി, ഒരു സംശയം കൂടി. വേണുവിന്റെ ഫോണിലേക്ക് ശ്രീജയുടെ ഒരു കോൾ വെള്ളിയാഴ്ച 11 മണിക്ക് വന്നിട്ടുണ്ടല്ലോ. അതെങ്ങനെ സാധ്യമാകും? അയാൾ അന്നേ ദിവസം കോർട്ടിലല്ലായിരുന്നോ? ജോൺ, വ്യാഴാഴ്ച രാത്രി കൊണ്ട് ശ്രീജയെ റൂമിനുള്ളിൽ അടക്കിയ വേണു വെള്ളിയാഴ്ച പതിവ് പോലെ കോടതിയിൽ പോയി.
അതേസമയം വീട്ടിലുണ്ടായിരുന്ന രേണു അയാൾ പറഞ്ഞേൽപ്പിച്ചതുപോലെ 11 കഴിഞ്ഞപ്പോൾ ആ കോൾ വിളിക്കുന്നു. അവരുടെ പ്ലാൻ പ്രകാരം തന്നെ വേണു അത് അറ്റൻഡ് ചെയ്തില്ല. അതുകൊണ്ടുള്ള ഗുണങ്ങൾ ശ്രീജ 11 മണിക്ക് വീട്ടിൽ നിന്നും അയാളെ വിളിച്ചു എന്നതിന് തെളിവായി എന്നതാണ്. അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വ്യാജ സിം അന്ന് വാങ്ങിയ ഒരു ഫോണിൽ ഉപയോഗിച്ച് ശ്രീജയെ തിരിച്ചു വിളിക്കുന്നു. രേണു കോൾ അറ്റൻഡ് ചെയ്യുന്നു. 3 മിനിറ്റ് നേരം വെറുതെ നിന്ന ശേഷം കോൾ കട്ട് ചെയ്യുന്നു. ഇതുകൊണ്ടുള്ള നേട്ടം ശ്രീജയ്ക്ക് പരിചയമുള്ള ഒരാളെയാണ് വിളിച്ചതെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാം എന്നതാണ്. മറ്റൊന്ന്, വേണു പറയുന്ന കഥയ്ക്ക് ടവർ ലൊക്കേഷൻ വെച്ച് ഒറിജിനാലിറ്റി കിട്ടും എന്നതും. ആ കോള് കഴിഞ്ഞുടനെ വേണു ആ പുതിയ ഫോണും സിമ്മും ഉപേക്ഷിച്ചു കാണണം. രേണു ശ്രീജയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സിം ഊരി മാറ്റിയ ശേഷം ഫോണും നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ടാകണം. ഒരു നിമിഷം സൈലന്റായി കടന്നുപോയി. തീർന്നോ താങ്കളുടെ സംശയങ്ങൾ? അല്ല അലക്സി. അലക്സി പറഞ്ഞ കാര്യങ്ങളെല്ലാം സിങ്കാകുന്നുണ്ട്. സാഹചര്യ തെളിവുകൾ അതിനെ ശരിവയ്ക്കുന്നുമുണ്ട്. പക്ഷേ നിയമപരമായി നമുക്കെങ്ങനെ ഇതൊക്കെ തെളിയിക്കാനാകും? പെട്ടെന്ന് അലക്സിയുടെ ഫോണിൽ SI നജിമുദ്ദീന്റെ ഒരു കോൾ വന്നു. അലക്സി ഫോൺ സ്പീക്കർ ഫോണിലിട്ടു. സാറ് പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാം സംഭവിച്ചത്. ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു. പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് അയാൾ സമ്മതിച്ചു. രേണുവുമായിട്ടുള്ള അവിഹിത ബന്ധം ഉൾപ്പെടെ. അന്ന് പാതിരാത്രിയായപ്പോൾ ഉണർന്ന ശ്രീജ അടുത്തു കിടന്ന ഭർത്താവിനെ കാണാതിരുന്നതുകൊണ്ട് അന്വേഷിച്ചു ചെന്നത് രേണുവിന്റെ മുറിയിലായിരുന്നു. രേണുവിന്റെ റൂമിൽ നിന്ന് തലയും കുമ്മിട്ട് ഇറങ്ങിവരുന്ന വേണുവിനെ കണ്ടപ്പോൾ അവളുടെ സമനില തെറ്റിപ്പോയി. അവൾ വേണുവിനെ ഓരോന്നുച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി. മറ്റുള്ളവരെ അറിയിക്കാതെ ഇരിക്കാൻ അയാൾ അവളെ വെട്ടിക്കൊന്നു. സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് അയാൾ സമ്മതിച്ചു. അന്തം വിട്ടുകൊണ്ടാണ് ഞങ്ങളതെല്ലാം കേട്ടിരുന്നത്. ഹലോ ഹലോ. പിന്നെ സാർ, ഇൻസ്പെക്ടർ അനിൽ ചന്ദ്രൻ സാർ ആ റൂം തുറന്നു കണ്ടു. ശ്രീജയുടെ ബോഡി വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞ ശേഷമാണ് റൂമിൽ അടക്കിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മാത്രമേ കൂടുതൽ സ്ഥിരീകരണം വരുത്തുകയുള്ളൂ. ഓക്കെ മിസ്റ്റർ നജിമുദ്ദീൻ. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ വിളിക്കും. ഓക്കെ സാർ. താങ്ക് യു. അലക്സി, എനിക്കൊരു സംശയം കൂടി. മറ്റൊന്നുമല്ല, ശ്രീജ പാടുമെന്ന് താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അത് വളരെ സിമ്പിളാണ് ജോൺ. ആ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു വശത്ത് കൂട്ടിയിട്ടിരുന്ന ചവറുകൾക്കിടയിൽ ത്രോട്ട് കോട്ട് ടീ എന്ന തേയിലയുടെ കവർ ശ്രദ്ധയിൽപ്പെട്ടു. ഈ തേയില സ്ഥിരമായി ഉപയോഗിക്കുന്നവർ ഗായകരാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിലാരോ പാടുമെന്ന് ഞാൻ ഉറപ്പിച്ചു. ചുവരിലെ അലമാരയിൽ ചില്ലിട്ട് വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശ്രീജ യൂണിവേഴ്സിറ്റി കലാതിലകമാണെന്നും രണ്ടും കൂടി ചേർത്ത് വായിച്ചപ്പോൾ ശ്രീജ ഗായികയാണെന്ന് തോന്നി. വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയപ്പോൾ അത് ശരിയുമായി. അത്രയുള്ളൂ. അങ്ങനെ സത്യം തേടിയുള്ള അലക്സിയുടെയും ജോണിന്റെയും പ്രയാണം വീണ്ടും തുടരുകയാണ്. അതിബുദ്ധിമാന്മാരായ ചില കുറ്റവാളികൾക്ക് തങ്ങളുടെ കൂർമ്മ ബുദ്ധിയെ തോൽപ്പിക്കാൻ വേറെ ആരും വരില്ല എന്നും പെർഫെക്റ്റായി പ്ലാൻ ചെയ്ത കള്ളവും കൊലപാതകങ്ങളും ഒരിക്കലും പിടിക്കപ്പെടുകയില്ല എന്നുമുള്ള ചില മിഥ്യാധാരണകളുണ്ട്. ഇതുപോലെയുള്ള പല സിനിമകൾ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. വാദി തന്നെ അവസാനം പ്രതിയാകുന്ന അവസരങ്ങൾ. ഈ കഥ ഇതുപോലെ ഒന്നുമറിയാതെ ജീവിതം നഷ്ടപ്പെട്ടു പോയ പാവം ഇരകൾക്കായി സമർപ്പിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.